ഹായ് ഫ്രണ്ട്സ്, ഫൊർഗീവ്നെസ് അല്ലെങ്കിൽ ക്ഷമിക്കുക എന്ന വാക്കിനെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ക്ഷമിച്ചിട്ടുണ്ടോ? ആരോടെങ്കിലും അവർ ചെയ്ത എന്തെങ്കിലും തെറ്റിന് അല്ലെങ്കിൽ അവർ പറഞ്ഞ എന്തെങ്കിലും ഒരു തെറ്റായ കാര്യത്തിന്? ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ ലൈഫിൽ വളരെയധികം ഒരു ലോ ഫ്രീക്വൻസി വൈബ്രേഷനിലാണ്. അതായത് നിങ്ങൾ വളരെയധികം ഈഗോ സെൻട്രിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയുന്നവരാണ്. അവരെ നമുക്ക് ദൈവത്തിന് തുല്യമെന്ന് പറയുന്നത് പോലെയാണ്. മറ്റുള്ളവരോട് ക്ഷമിച്ചിട്ടില്ലാത്തവർ, ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ ആരോടും ക്ഷമിച്ചിട്ടില്ല എന്നതിനർത്ഥം നിങ്ങൾ വളരെയധികം ഈഗോ സെൻട്രിക് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ എത്രയോ തെറ്റുകൾ ചെയ്തിരിക്കാം, എന്തെങ്കിലും തെറ്റായ രീതിയിൽ പറഞ്ഞിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ചോദിച്ചിരിക്കാം. നിങ്ങൾ ഇതുവരെ ആരോടും ക്ഷമിച്ചിട്ടില്ല അല്ലെങ്കിൽ ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര വലിയ ഈഗോയിസ്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജീവിത വിജയത്തിനായി നിങ്ങളൊരു ചലഞ്ച് ഏറ്റെടുക്കുമ്പോൾ അത്യാവശ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഫൊർഗീവ്നെസ്, അതായത് ക്ഷമിക്കുവാനുള്ള കഴിവ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ലൈഫിൽ ഒരു ഭയങ്കര ബാഡായിട്ടുള്ളൊരു ബ്രേക്കപ്പ് നടന്നു, അല്ലെങ്കിൽ നിങ്ങളെ ഒരു വ്യക്തി ചതിച്ചു, നിങ്ങളെ ഇമോഷണലി നിങ്ങളെ അറ്റാച്ച്ഡ് ആക്കിയിട്ട് ആ വ്യക്തി നിങ്ങളെ ചതിച്ചിട്ട് പോയി. നിങ്ങൾ ആ വ്യക്തിയോട് ഇതുവരെ ക്ഷമിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുമോ? താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എത്ര പേർക്ക്, ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് നിങ്ങളെ ഇതേപോലെ ദ്രോഹിച്ചൊരു വ്യക്തിയോട് ക്ഷമിക്കുവാൻ കഴിയും എന്നുള്ളത് പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് ഈ ഒരു വീഡിയോ വളരെ എൻഗേജ്ഡ് ആക്കി വെക്കാം. എന്നുവെച്ചാൽ ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക എന്നതിനപ്പുറം നിങ്ങളുടെ ആ ഒരു ഇമോഷൻ കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതണേ. നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയോട് ക്ഷമിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് വളരെയധികം വലിയൊരു സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ വലിയൊരു വിജയത്തിലേക്ക് പോകുന്നതായിരിക്കും. അങ്ങനെ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് ക്ഷമിക്കുവാൻ കഴിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ ലൈഫിൽ ഇനി വരുന്ന റിലേഷൻഷിപ്പിലെല്ലാം റിപ്പീറ്റഡ് പാറ്റേൺസ് വരും. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇതേപോലുള്ള അനുഭവങ്ങളായിരിക്കും അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങളുടെ ലൈഫിലെ റിലേഷൻഷിപ്പിനെ വളരെ നല്ല രീതിയിൽ ഫ്ലറിഷ് ചെയ്യണോ, അതോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഈ നെഗറ്റീവ് ഇൻസിഡൻസിനെ വീണ്ടും വീണ്ടും അട്രാക്റ്റ് ചെയ്യണോ? പ്ലീസ് കമൻറ്റ് ബിലോ. അപ്പോൾ നമ്മൾ ഫൊർഗീവ്നെസ്സിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളോട് ഫൊർഗീവ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ നിങ്ങളോട് ക്ഷമിച്ചിട്ടുണ്ടോ? മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് പോട്ടെ, നിങ്ങളോട് ക്ഷമിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചെയ്ത തെറ്റിന് നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമ ചോദിച്ചിട്ടുണ്ട്, പക്ഷേ നിങ്ങളോട് ക്ഷമിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചെയ്ത തെറ്റിന് നിങ്ങൾ അറിയാതെ ഒരു തെറ്റായ കാര്യം ഒരാളെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾക്കത് തെറ്റാണെന്ന് ബോധ്യമായപ്പോൾ നിങ്ങൾ അവരോട് പോയിട്ട് ക്ഷമ ചോദിച്ചു. ഓക്കെ, അത്രയും പാർട്ട് കറക്റ്റാണ്. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളോട് ക്ഷമ ചോദിച്ചോ? ഞാൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞത് തെറ്റായിപ്പോയി, സോറി, എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ ഫൊർഗീവ്നെസ്സിനെ കുറിച്ചിട്ട് കറക്റ്റായിട്ട് അറിഞ്ഞിട്ടില്ല. ഫൊർഗീവ്നെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരോട് മാത്രമല്ല ക്ഷമിക്കേണ്ടത്, ആദ്യം നമ്മളോടാണ് ക്ഷമിച്ചു തുടങ്ങേണ്ടത്. നമ്മളെ ക്ഷമിക്കാൻ നമ്മൾക്ക് കഴിയുമെങ്കിൽ നമുക്ക് മറ്റൊരാളെ ക്ഷമിക്കാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രീതിയിലുള്ള തെറ്റുകളും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. എത്ര പേർക്ക് അങ്ങനെ പറയാൻ പറ്റും? നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് പറയണേ. ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. നിങ്ങൾ അറിയാതെ നടന്നു പോകുമ്പോൾ ഒരു ഉറുപ്പിനെങ്കിലും ചവിട്ടി അരച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം എടുത്ത വഴിക്ക് അത് വേറൊരാളുടെ പുറത്ത് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അറിയാണ്ട്. പക്ഷേ അതെല്ലാം ഒരു തെറ്റ് തന്നെയല്ലേ? അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിന് ഒന്ന് തിരിച്ച് ചിന്തിക്കേണ്ടതാണ്, ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന്. കമ്മിങ് ടു ദ പോയിന്റ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു വലിയ ബ്രേക്കപ്പിലൂടെയാണ് കഴിഞ്ഞു പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള ലൈഫിനെ വളരെ നല്ലൊരു രീതിയിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ
നിങ്ങൾ ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. മിനിമം ഒരു 21 ഡേയ്സ് അല്ലെങ്കിൽ 28 ഡേയ്സ് എങ്കിലും നിങ്ങൾ ഈ ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അതിനായിട്ട് ആദ്യം നിങ്ങൾ നിങ്ങളോട് ക്ഷമിക്കുവാൻ തയ്യാറാവുക. ആദ്യത്തെ 7 ദിവസം നിങ്ങൾ നിങ്ങളോട് തന്നെ ക്ഷമ ചോദിക്കുക. ഇതെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൊപ്പോനൊപ്പോനോ പ്രെയറിൻ്റെ യൂസ് ചെയ്യാം. ഹൊപ്പോനൊപ്പോനോ പ്രെയർ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, എൻ്റെ വീഡിയോ ഉണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഇടാം. അതൊന്ന് കയറി കാണുക, ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഹൊപ്പോനൊപ്പോനോയിൽ മെയിനായിട്ടൊരു 4 സെൻറ്റൻസ് ആണുള്ളത്. അതായത് നിങ്ങൾ നിങ്ങളോട് ക്ഷമിക്കാനായിട്ട് ഡിയർ, നിങ്ങളുടെ പേര്, ഡിയർ മായ, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ താങ്ക് യു, ഐ ലവ് യു എന്ന ഈ 4 സെൻറ്റൻസുകൾ നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് പറയണം. അതൊരു 108 ടൈംസ്, അതായത് 108 തവണയാണ് പറയേണ്ടത്. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് തന്നെ, നിങ്ങൾ പല തെറ്റുകളും ചെയ്തിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഓർമ്മ കാണില്ല, പക്ഷെ നിങ്ങളുടെ മനസ്സിന്, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് എല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ നിങ്ങളിത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളോട് ഫോർഗീവ് ചെയ്യുകയും നിങ്ങൾ ഹീൽ ചെയ്യപ്പെടുകയുമാണ്. അത് കഴിഞ്ഞിട്ട് 7 ദിവസം കഴിഞ്ഞിട്ടുള്ള ദിവസം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആരൊക്കെ നിങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ടോ അവരോട് ക്ഷമിക്കുക. അതിനായിട്ട് ആദ്യം ഒരു ലിസ്റ്റ് എഴുതി വെക്കുക. അവരുടെ പേര്, അവർ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത് എന്നെഴുതുക. ആ ലിസ്റ്റ് വെച്ചിട്ട്, ഇപ്പം നിങ്ങളുടെ ബ്രേക്കപ്പ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പേര് എഴുതുക, അവർ നിങ്ങളെ എങ്ങനെയാണ് ചതിച്ചത് എന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് ഈ പ്രെയർ നിങ്ങൾ അവരെ ഓർത്തുകൊണ്ട് ചൊല്ലുക. അതായത് നിങ്ങളെ ചതിച്ച വ്യക്തിയുടെ പേര് എന്തായാലും ഡിയർ, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ താങ്ക് യു ആൻഡ് ഐ ലവ് യു എന്ന് നിങ്ങൾ 108 തവണ പറയുക. ഈ ഒരു ഫോർഗീവ്നെസ് ഹൊപ്പോനൊപ്പോനോ പ്രെയർ നിങ്ങൾ അടുത്തുള്ള, അതായത് 7 ദിവസം കഴിഞ്ഞിട്ട് 21 ദിവസത്തേക്കാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത 14 ദിവസം ഈ പ്രെയർ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഫോർഗീവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ലൈഫിൽ ഈ നടന്ന നെഗറ്റീവ് ഇൻസിഡൻറ്റിനെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പിന്നീട് ആലോചിക്കുകയും നിങ്ങൾ എത്ര തവണ അതിനെ ആലോചിക്കുന്നുവോ നിങ്ങളുടെ മൈൻഡ് അന്നത്തെ ആ ഇൻസിഡൻറ്റ് ഉണ്ടായ സമയത്തുള്ള ഒരു ഇമോഷനിലേക്കും അപ്പോഴുള്ള ഒരു നെഗറ്റീവ് എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നതായിരിക്കും. അങ്ങനെ ഒരു നെഗറ്റീവ് എനർജിയിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് സങ്കടം വരും, ദേഷ്യം വരും, നിങ്ങൾ ആ വ്യക്തിയെ വളരെയധികം കേഴ്സ് ചെയ്യും, ശപിക്കും, അല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്യും തോറും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നെഗറ്റീവിലേക്കാണ് പോകുന്നത്, അതായത് ലോ ഫ്രീക്വൻസി വൈബ്രേഷനിലേക്കാണ് പോകുന്നത്. ഇങ്ങനെ ലോ ഫ്രീക്വൻസി വൈബ്രേഷനിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന, നിങ്ങളെ വളരെയധികം കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയെ അട്രാക്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ലോ ഫ്രീക്വൻസി വൈബ്രേഷനിലാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതും അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നതും ഈ സെയിം ലെവലിലുള്ള വ്യക്തി ആയിരിക്കും. അതായത് നിങ്ങളെ ചതിച്ചതുപോലുള്ള വ്യക്തികളായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു പാറ്റേൺ മാറ്റുവാനായിട്ട് ഫസ്റ്റ് നിങ്ങൾ നിങ്ങളോട് ഫോർഗീവ് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങളോട് തെറ്റ് ചെയ്ത വ്യക്തിയോട് ഫോർഗീവ് ചെയ്യുക. നിങ്ങൾ ആ ഒരു ഇൻസിഡന്റിനെ കുറിച്ച്, ആ ഒരു വ്യക്തിയെക്കുറിച്ച് ആലോചിക്കും തോറും നിങ്ങളുടെ മൈൻഡിൽ ഓൾറെഡി ആ വ്യക്തി അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡന്റ് ഓക്യുപ്പൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പുതിയ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എവിടെയാണ് സ്പേസ് കണ്ടെത്തുന്നത്? ആ ഒരു റൂമിലെ വ്യക്തി, അതായത് നിങ്ങളുടെ മനസ്സെന്ന റൂമിലുള്ള ഈ പഴയ വ്യക്തിയെ നിങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിച്ചാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പുതിയ വ്യക്തി നിങ്ങളിലേക്ക് എത്തിച്ചേരൂ. അപ്പോൾ ന്യൂ ലൈഫ് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ന്യൂ എനർജി വേണം. ന്യൂ എനർജി വേണമെങ്കിൽ നിങ്ങളൊരു ന്യൂ വൈബ്രേഷൻ ലെവലിലേക്ക് എത്തപ്പെടണം. ഇതിനായിട്ട് ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഫോർഗീവ്നെസ് കൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ എത്തിച്ചേർക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കുക. ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക. ഹൊപ്പോനൊപ്പോനോ പ്രെയറിന്റെ ലിങ്ക് ഞാൻ താഴെ കമന്റ് ബോക്സിൽ എഴുതിയേക്കാം. പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള കമന്റുകൾ താഴെ കൊടുക്കുക. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പേർ ഇങ്ങനൊരു വ്യക്തിയോട് അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ചൊരു വ്യക്തിയോട് ഫോർഗീവ് ചെയ്തിട്ടുണ്ടെന്ന് താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അല്ലെങ്കിൽ ഫോർഗീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അത് അറിയിക്കുക. നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ വെന്റ് ചെയ്യുക, അതായത് ഇമോഷൻസിനെ പുറത്തേക്ക് വിടുക, മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്ത് അതിനെ റിലീസ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അത് ചിലപ്പോൾ അവരുടെ ലൈഫിൽ ആ ഒരു സിറ്റുവേഷനിൽ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.
അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനിയും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.